പ്രവാസികളുടെ ദീപാവലി ആഘോഷങ്ങളിലേക്കാണ് പോകാനുള്ളത്. ദുബായ് നഗരത്തിൽ വർണ്ണാഭമായ ദീപാവലി ആഘോഷങ്ങൾക്ക് തുടക്കമായിരിക്കുകയാണ്. നൂർ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് എന്ന പേരിലാണ് 10 ദിവസം നീളുന്ന ആഘോഷം. ഉശിരൻ വെടിക്കെട്ടും ദുബായ് പോലീസിന്റെ ബാൻഡ് മേളവുമൊക്കെയായിരുന്നു ഇന്നത്തെ ആകർഷണം. നാളെ സംഗീത സംവിധായകൻ ഇളയരാജ ദുബായ് ഓപ്പറയിലെത്തുന്നുണ്ട്. ഷിനോജ് ശംസുദ്ദീനാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. ഷിനോജ്, ഇവിടെ നാട്ടിൽ നമ്മൾ ദീപാവലി ആഘോഷങ്ങളിലേക്കൊക്കെ കടക്കാൻ പോകുന്നതേയുള്ളൂ. തിങ്കളാഴ്ചയാണ് ദീപാവലി. പക്ഷേ അവിടെ ദുബായിലാണെങ്കിൽ ഓൾറെഡി ആഘോഷങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വർണ്ണാഭമായ വിപുലമായ ആഘോഷ പരിപാടികളാണോ അവിടെ ഒരുക്കിയിട്ടുള്ളത്? നമ്മുടെ നാടിനു മുമ്പേ ദുബായ് ദീപാവലിയെ നേരത്തെ വരവേൽക്കുകയാണ്. ഇന്നു മുതൽ 26 വരെയാണ് ദുബൈയിലെ പ്രധാന ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്. ദുബായ് സർക്കാരിൻ്റെ തന്നെ സഹകരണത്തോടെ അതേപോലെ ദുബൈയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഒക്കെ ഭാഗഭാക്കായാണ് ഈ വലിയ മേള നടക്കുന്നത്. ദുബായ് നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ പരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ നമ്മളുള്ളത് സീഫ് സൂക്കിലാണ്. ഇവിടെയാണ് പ്രധാന വേദി. ഇവിടെ ഇന്നും നാളെയും പരിപാടികളുണ്ട്. നമുക്ക് കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവന്റെ വാക്കുകളിലേക്ക് പോകാം. They were very ready to partner with the consulate, and they said that they are always there for the Indian community, and they have shown that with their support to this Noor, the Festival of Lights, and consulate is also happy to be a part of this. Continuous celebrations, from fireworks to live events like a Noor Festival to big retail promotions across the city. You have a lot of gold and jewelry offers and big raffle draws with prizes up to $500,000 dirhams just during the Diwali period alone. എന്താ പറയുക, ഒരുപാട് സന്തോഷം. നമ്മുടെ ഒരു ഇന്ത്യൻ ഫെസ്റ്റിവൽ അല്ലേ, അത് ഇവിടെ ദുബായിൽ ഇവിടെ ഗവൺമെന്റിന്റെ സപ്പോർട്ടോടെ ഇത്രയും സെറ്റപ്പായിട്ട് ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഭയങ്കര ഒരുപാട് സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ്. നോർമലി മെയിൻലി ഫയർ വർക്ക് കാണാനാണ് എപ്പോഴും വരാറുള്ളത്. പിന്നെ ഓരോ തവണ വരുന്തോറും പുതിയ പുതിയ കാര്യങ്ങൾ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്, എന്തെങ്കിലുമൊക്കെ ആഡ് ഓൺ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് മെയിൻലി ഒരു ആകാംക്ഷ ഉള്ളത്, എങ്ങനെ ആയിരിക്കും ഓരോ കാര്യങ്ങളെന്ന്. പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ഉണ്ടെങ്കിൽ അതും എൻജോയ് ചെയ്യാം. നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ ഒരു എൻജോയ്മെന്റ് ഫാമിലി ആയിട്ടായാലും പിന്നെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുവാണെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ എപ്പോഴും കിട്ടാറുണ്ട്. തുടർച്ചയായി 2ാം തവണയാണ് ദുബായ് ഇത്രയും വിപുലമായ ദീപാവലി ആഘോഷം സംഘടിപ്പിക്കുന്നത്. നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നാളെ ഇളയരാജ എത്തുന്നു എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. ദുബായ് ഓപ്പറയിലാണ് ഇളയരാജയുടെ സംഗീത പരിപാടി നടക്കുന്നത്. അതേപോലെ ആൻഡ്രിയ ജെർമിയ എത്തുന്നു ഇത്തിസലാത്ത് അക്കാദമിയിൽ. ഈ മാസം 26 വരെ ഇത്തരത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള നിരവധി കലാകാരന്മാരാണ് ദുബൈയിലേക്ക് എത്തുന്നത്. അക്ഷയ് പേരാവൂരിനൊപ്പം ഷിനോജ് ശംസുദ്ദീൻ, മീഡിയ 1 ദുബായ്.